ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള ഒരു സിമ്പിൾ റെസിപ്പി, നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന ഒരു സംഭവം സിമ്പിൾ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. അത് നമ്മുടെ വാഴപ്പിണ്ടി, ബനാന സ്റ്റെം എന്ന് പറയും. അതാണ് ഉപ്പേരി ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള സാധനമാണ്. കിട്ടുന്നവരൊക്കെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അത് നമ്മൾ കുറച്ച് തേങ്ങ, അതിലേക്ക് ചുവന്നുള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, കുറച്ച് ജീരകം, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുക്കുക. അധികം അങ്ങനെ അരയണ്ട, ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ അത് കുനുകുനാന്ന് അരിഞ്ഞെടുത്തിട്ട്, വാഴപ്പിണ്ടി ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ട് നമ്മൾ അതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ കൂട്ടും ചേർത്ത് ഉപ്പും ചേർത്ത് നല്ലതുപോലെ കൈ കൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലതുപോലെ ഇതിലെല്ലാം പിടിക്കുന്ന പോലെ നല്ലതുപോലെ മിക്സ് ചെയ്ത് അരപ്പ് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് നേരം നല്ലതുപോലെ മിക്സ് ചെയ്താൽ ഉപ്പും ആ എരിവും എല്ലാം കൂടെ ഇതിലേക്ക് നല്ലപോലെ പിടിക്കാനായിട്ടാണ്. ഇത് കണ്ടോ, നല്ലതുപോലെ ഇത് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന്. ഇത് വീഡിയോയിൽ എടുക്കുമ്പോൾ കുറച്ച് കളറില്ലാത്ത പോലെ തോന്നുന്നതാണ്. അത്യാവശ്യത്തിന് മഞ്ഞൾപ്പൊടിയൊക്കെ ഉണ്ട്. ഇത് വെന്ത് വരുമ്പോഴേ അതിൻ്റെ കറക്റ്റ് കളർ അറിയുള്ളൂ. നല്ലതുപോലെ ഉപ്പൊക്കെ ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇത് കഴിച്ചിട്ടുള്ളവർ എന്തായാലും കമൻറ്റ് ചെയ്യണേ. അതുപോലെ നല്ല ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള സാധനങ്ങൾ. വാഴയുടെ ഇപ്പോൾ എല്ലാ സാധനങ്ങളും തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. വാഴ കൂമ്പാണെങ്കിലും വാഴയുടെ കൊലയാണെങ്കിലും സ്റ്റെമ്മാണെങ്കിലും എല്ലാ സാധനങ്ങളും നമുക്ക് യൂസ് ചെയ്യാൻ എടുക്കാൻ പറ്റും. അപ്പോൾ ഒന്നും കളയാൻ പറ്റത്തില്ല. അതിൽ ഏറ്റവും നല്ലൊരു സംഭവമാണിത്. അത് നമ്മൾ പാനിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കുക. ഞാൻ ഇപ്പോൾ എല്ലാത്തിനും കടുക് അധികം ഇടും. എനിക്ക് കടുക് അധികം ഇടുന്ന ഇഷ്ടമാണ്. ചിലർക്ക് അധികം ഇഷ്ടമല്ല, എനിക്കിഷ്ടമാണ്. അത് പൊട്ടിയതിന് ശേഷം നമ്മൾ ഇത് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് നേരം നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ട് നമ്മൾ മൂടി വെച്ച് നല്ലതുപോലെ വേവിച്ചെടുക്കുക. ഇത് അധികം വേവുള്ള സാധനമൊന്നുമല്ല. ഇത് ഭയങ്കര ഭയങ്കര ഇളമാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. ചിലത് മൂത്ത പിണ്ടി കിട്ടും, പക്ഷെ ഇത് നല്ല സ്റ്റെമ്പാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. ഇത് നല്ലതുപോലെ അടച്ച് വെച്ചിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുക. അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം. എന്നാലും നമ്മൾ ഇനി അടുത്ത വീഡിയോസൊക്കെ ചെയ്യാനായിട്ടൊരു ഇത് വരുവുള്ളൂ. കാരണം കുഞ്ഞു നമ്മൾ വീട്ടിൽ തന്നെ കിട്ടുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഭയങ്കര അധികം ഒരുപാട് വാങ്ങിച്ച് ചെയ്യാനുള്ള ഇതൊന്നുമില്ല നമുക്ക്. അപ്പോൾ നമുക്ക് കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ടുള്ള കുഞ്ഞു വീഡിയോസാണ്. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.